നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എത്രയാ? എത്ര കിലോ വാങ്ങി? 10. 200. ബാഗിന്റെ കൂടെ കൂട്ടി 230. 200 രൂപയെന്ന് വെച്ചാ കിലോയ്ക്ക് 20 രൂപയോ? റേഷൻ കടയായതുകൊണ്ട് അരി വില കുറച്ച് കിട്ടുമെന്ന് കരുതിയാ ഞാൻ ഇവിടെ കയറിയത്. എന്നുവെച്ചാൽ ചുമ്മായിട്ടൊന്ന് വിചാരിച്ചോ? അതല്ല, നിങ്ങൾക്ക് ഈ കച്ചവടത്തെ കുറിച്ച് അറിയാത്തതുകൊണ്ടാ. ഇതേ അരി ഞാൻ പ്രൈവറ്റ് മില്ലുകാർക്ക് മറിച്ചു കൊടുത്താ കണ്ണു അടച്ച് അവര് കിലോയ്ക്ക് 30 രൂപ വെച്ച് എന്റെ കയ്യിൽ വെച്ച് തരും. എന്നിട്ട് നന്നായിട്ട് പോളിഷ് ചെയ്ത് ഭംഗിയുള്ള ചാക്കിലാക്കി മുത്തെന്നും തേനെന്നും ഒക്കെ പറഞ്ഞ് കിലോയ്ക്ക് 40ഉം 50ഉം വെച്ച് വിൽക്കുമ്പോ സൂപ്പർ മാർക്കറ്റ് ക്യൂ നിന്ന് പറയുന്ന ബില്ല് കൊടുക്കത്തേ ഉള്ളൂ നിങ്ങൾ. ഓ അങ്ങനെയല്ലേ? ചേട്ടാ ഒന്ന് നിന്നേ, ആ ബാഗൊന്ന് കാണിച്ചു. എന്താ പ്രശ്നം? ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ സാറേ. ഇത് പട്ടിക്ക് കഴിക്കാനുള്ളതും ഇത് മനുഷ്യന് കഴിക്കാനുള്ളതും അല്ലേ? ദേ, അവനവന്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് പോവാൻ നോക്കൂ കൊച്ചേ. ഈ കട ആരുടെയാണെന്ന് കൊച്ചിന് അറിയാൻ പാടില്ല. അങ്ങനെ പോവാൻ പറ്റില്ലല്ലോ സാർ. മറ്റുള്ളവരുടെ കാര്യം കൂടി അന്വേഷിക്കണം. മനുഷ്യനായി പോയില്ലേ? ഷോ കാണിക്കാൻ വരുന്നോ? ഷോ കാണിക്കാനല്ല വരുന്നത്, കാണിപ്പിക്കരുത്. സാറിനത് ബുദ്ധിമുട്ടാവും. ആരാടി നീ? സിറ്റിസൺ, എ ലോ അബൈഡിംഗ് ഇന്ത്യൻ സിറ്റിസൺ. സാറിന് മനസ്സിലായില്ലെങ്കിൽ മലയാളത്തിൽ പറയാം. നിയമം അനുസരിക്കുന്ന ഒരു ഇന്ത്യൻ പൗരൻ. ഓ, പൗരനോ പൗരയോ? പൗരയ്ക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. നീ എന്തുകൊണ്ടോ ചോദിച്ചേ? ചോദ്യം വളരെ വ്യക്തമാണ് സർ. ഇവരുടെ എല്ലാവരുടെയും നാവിൻ തുമ്പിലുള്ള പേടി കാരണം ചോദിക്കാൻ മടിക്കുന്ന ചോദ്യങ്ങൾ. പട്ടിക്ക് കഴിക്കാനുള്ളത് മനുഷ്യനും മനുഷ്യന് കഴിക്കാനുള്ളത് പട്ടിക്കുമായി മാറി മറിയുന്ന ഈ മായാജാലത്തിന്റെ ഉത്തരം വേണം എനിക്ക്. നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ പാവങ്ങൾക്ക് സർക്കാർ സൗജന്യമായി അനുവദിച്ചിരിക്കുന്ന അരി സ്വകാര്യ മില്ലുകൾക്ക് മറിച്ചു വിൽക്കാനുള്ള ലൈസൻസ് നിങ്ങൾക്ക് ആര് നൽകിയെന്ന് അറിയണം എനിക്ക്. അറിഞ്ഞിട്ട് നീ പോവൂ? അതെ, അറിഞ്ഞിട്ടേ ഞാൻ പോവൂ. അമ്മേ വാ. അപ്പൊ നീ തീരുമാനിച്ചുറപ്പിച്ചല്ലേ? അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും. നിന്നോട് ഞാൻ പറഞ്ഞതാ ഈ കട ആരുടെയാണെന്ന് നിനക്കറിയില്ലെന്ന്. അനുഭവിച്ചോ? ഇനി നീ അനുഭവിച്ചോ? ചൊറിയാൻ തയ്യാറായി തന്നെയാണ് സർ വന്നത്. സാറിന് വിളിക്കാനുള്ളത് ആരെയാണെന്ന് വെച്ചാ വിളിക്കേ. കിട്ടുന്നില്ലല്ലോ. കളക്ടറുടെ ഓഫീസിൽ നിന്നോ? ശരി, കൊടുത്തേക്ക്. ചിറ്റപ്പാ, ഈ പോക്ക് ശരിയാവില്ല. ഈ ട്രാഫിക്കിൽ ഈ സ്പീഡിലേ പോകാൻ പറ്റുമോളെ? അതല്ല, ശാലിനി ഇങ്ങനെ വിട്ടാ പറ്റില്ലാന്ന്. എന്താടി, പുതിയ പ്രശ്നമാണോ? പുതിയ പ്രശ്നം? എല്ലാ ദിവസവും പുതിയ പ്രശ്നം തന്നെയല്ലേ? നഗരസഭയിൽ ഓരോ തടസ്സം പറഞ്ഞ് തടഞ്ഞു വെക്കുന്ന കാര്യങ്ങളൊക്കെ കളക്ടറുടെ റെക്കമെൻഡേഷനിൽ സാങ്ഷൻ ആക്കേണ്ടി വരുന്നു. അത് നീ ഓരോ മുട്ടാ പോക്ക് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഫയലുകളല്ലേ? അതേന്ന് കൂട്ടിക്കോ.
ഞാൻ പിന്നെ പുണ്യം കിട്ടാനാണോ ഇത്രയും കാശ് മുടക്കിയിട്ട് മേയറായത്? എടി നിന്റെ രോക്ഷമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലെ ഇപ്പൊ നടവരവും കുറവാ. കളക്ടർ ഓഫീസിൽ ഡെയിലി ബ്രീഫിംഗ് ഉണ്ടായതുകൊണ്ട് പോലീസുകാർക്കൊന്നും ഇടം വരെ തിരിയാൻ പറ്റുന്നില്ല മോളെ. പോലീസുകാരെയൊന്നും കൊച്ചു പിള്ളേർക്ക് പോലും പേടിയില്ലാത്ത അവസ്ഥയായി. കളക്ടർ പേരും പറഞ്ഞേ തിരിച്ചിപ്പോ ഇങ്ങോട്ട് പേടിപ്പിക്കുക. ഇതിന് പ്രതിവിധി ഒന്നും ഇല്ലേ ചിറ്റപ്പ? വരട്ടെ, കൈപ്പാങ്ങിനൊന്നും വീഴാതിരിക്കത്തില്ല. ഓ, ആരാ ചിറ്റപ്പ? ആ സുരേന്ദ്രനാടി. ഏത് റേഷൻ കടയിലുള്ളതോ? ഓ, അവനെ കട നടത്താൻ ഏൽപ്പിച്ചത് തന്നെ അബദ്ധമായെന്ന് തോന്നുന്നു. നുള്ളി, പിച്ചി, മാന്തി ഇങ്ങനെ ഓരോ കുഞ്ഞു കാര്യം പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കും ഷാനി പിടിച്ചത്. എടി ഞാനൊരു ACP ആണെന്നോ തിരക്കുണ്ടെന്നോ അവൻ അങ്ങനെ ഒരു വിചാരമേ ഇല്ല. എന്റെ കാക്കി യൂണിഫോം കെട്ടട്ടെ അവൻ വിചാരിച്ചിരിക്കുന്നതേ ഞാൻ നിന്റെ റേഷൻ കടയിലെ സെക്യൂരിറ്റി ആണെന്നാ. എന്തായാലും ചിറ്റപ്പ ഫോൺ എടുക്ക്, നമ്മുടെ കടയുടെ കാര്യല്ലേ. ഓ എടുക്കാം, ഞാനേ സ്പീക്കറിലിടാം, നീയും കൂടി കേട്ടോണം അവന്റെ ഒരു ഉള്ളി തുളിച്ച പോലുള്ള പ്രശ്നങ്ങള്. ആ പറയൂ സുരേന്ദ്ര, എന്താ പ്രശ്നം? സാർ, ഒരു സ്ത്രീ റേഷൻ വാങ്ങാൻ വന്നിരുന്നു. അതാണോ പ്രശ്നം? എടാ, വരുന്നവർക്ക് റേഷൻ കൊടുക്കാനല്ലേ നീ അവിടെ കടം തുറന്നു വെച്ചോണ്ടിരിക്കുന്നത്? അതല്ല സാറേ, അവർക്ക് ഞാൻ കൊടുത്ത അരി പിടിച്ചില്ല. പിന്നെ വേറെയും കുറെ പ്രശ്നങ്ങൾ. എടാ, എന്താന്ന് വെച്ചാൽ നേരെ ചൊവ്വേ പറ. അത് കഴിഞ്ഞ് വേറൊരു സ്ത്രീ വന്നിരുന്നു. വരുമല്ലോ. അവർ ആദ്യത്തെ സ്ത്രീക്ക് വേണ്ടിയാ വന്നത്. ഇപ്പൊ ആൾക്കാർക്ക് കൂടി ആകെ പ്രശ്നമാ. ആ നീ ഫോൺ വെക്കേ, ഞാൻ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം. ശരി സാർ. ഓക്കെ സാർ. സാർ വരട്ടെ കേട്ടാ, ശരിയാക്കി തരാം. കേട്ടല്ലേടി, ഒരു സിവിൽ പോലീസ് ഓഫീസറെ കൊണ്ട് പരിഹരിക്കേണ്ട പ്രശ്നമാ അവൻ അസിസ്റ്റന്റ് കമ്മീഷണർ വിളിച്ച് പറയുന്നത്. കാര്യം എന്താ? കട നമ്മുടേതാ. അപ്പൊ ഉറുമ്പ് അടിച്ചാലും നമ്മൾ നേരിട്ട് നിന്ന് പ്രശ്നം പരിഹരിച്ചോണം. ചിറ്റപ്പൻ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ആ ലോക്കൽ സ്റ്റേഷനിൽ വിളിച്ച് കാര്യമൊന്ന് പറയട്ടെ. അല്ല, റേഷൻ കടയിലെ അരിത്തർക്കം തീർക്കാൻ ACP പോണോ? ഫോൺ കട്ട് ചെയ്യ് ചിറ്റപ്പ. എന്താടി ഫോൺ കട്ട് ചെയ്യേ. എന്താടി? ചിറ്റപ്പനല്ലേ പറഞ്ഞത് പോലീസിനെ ഒന്നും ഇപ്പൊ ആർക്കും പേടിയില്ലാന്ന്. പുതിയൊരു കളക്ടർ ചാർജ് എടുത്തിട്ടുണ്ടെന്നും പാവം ജനങ്ങൾക്ക് എന്തു പ്രശ്നം ഉണ്ടെങ്കിലും അവള് മുന്നിൽ നിൽക്കുന്നുള്ള നെകളിപ്പാ പൊതുജനങ്ങൾക്ക്. അല്ലെങ്കിൽ റേഷൻ കടയിൽ വരുന്ന പുഴുക്കളൊക്കെ നമുക്കെതിരെ തലപൊക്കോ ചിറ്റപ്പ? ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല ചിറ്റപ്പ. നമുക്കെതിരെ ഉയർന്ന ശബ്ദം ഇനി ഒരിക്കലും ഉയരാതിരിക്കണമെങ്കിൽ റേഷൻ കടയിൽ അരിത്തർക്കം തീർക്കാൻ 4 ലോക്കൽ പോലീസ് അല്ല ചിറ്റപ്പ പോകേണ്ടത്. ഏതവളായാലും മുളയിലെ ചവിട്ടി അരയ്ക്കണം. അതിന് മേയറുടെ വണ്ടിയിൽ അസിസ്റ്റന്റ് കമ്മീഷണർ തന്നെ ചെന്നിറങ്ങണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.